ഹലോ നമസ്തേ കൂട്ടുകാരെ, നമ്മൾ കഴിവുള്ള ആളുകളെ എപ്പോഴും അംഗീകരിക്കണം. നമ്മുടെ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കലാകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വേടൻ. വേടൻ്റെ പാട്ടുകൾ വളരെ അട്രാക്റ്റീവാണ്. അദ്ദേഹം വളരെ ഷാർപ്പായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്താണ് കവിതകൾ എഴുതുന്നത്. എന്നാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളാണ്, തീ പറക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലുള്ളത്. അത് അദ്ദേഹം തന്നെ സ്വന്തമായി പാടുകയും ചെയ്യും. കേൾക്കാൻ വളരെ രസമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രശംസിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. എന്നാൽ ഒരു കാര്യം മാത്രം എനിക്ക് അംഗീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിൽ ഒരു യുദ്ധം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആളുകളെ വെല്ലുവിളിച്ചാൽ അതുകൊണ്ട് എന്ത് അവകാശമാണ് അവിടെ നേടിയെടുക്കാനുള്ളത്? ഒരവകാശങ്ങളും നേടിയെടുക്കാൻ ഇല്ല. കാരണം ഈ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള പലതരത്തിലുള്ള വേർതിരിവുകളും പണ്ട് കാലത്താണ് ഉണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന കാലത്തുള്ള വളരെ ബുദ്ധിയുള്ള നവോത്ഥാന ചിന്തയുള്ള ആളുകൾ അതിനെതിരെ സമരം ചെയ്ത് എല്ലാ തുല്യ അവകാശങ്ങളും നേടിയെടുത്തു. അങ്ങനെ തുല്യതയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അതിന് എതിരെയായിട്ട് തുല്യതയില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പുറമേ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് അകത്തിടാൻ വകുപ്പുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ അവകാശങ്ങളെല്ലാം ഉണ്ടായിട്ടും വീണ്ടും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വെറുപ്പ് മാത്രമാണ് മനുഷ്യന് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ എതിരഭിപ്രായമാണുള്ളത്. നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും കളറിൻ്റെ കാര്യത്തിലോ ജാതിയുടെ കാര്യത്തിലോ ഒക്കെ മനസ്സിൽ ഒരു വേർതിരിവ് കാണുകയോ മറ്റുള്ളവരെ അതിൻ്റെ പേരിൽ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറമേ അവർക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ. ആ ഒരു വെളിവുകേട് അത് അവർ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നടക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം എല്ലാ നിയമങ്ങളും അവർക്ക് എതിരെയാണ്. ആരെങ്കിലും വഴിയിൽ തടഞ്ഞു നിർത്തി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരോടെങ്കിലും ചോദിക്കാൻ വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ് നമ്മളെല്ലാവരും. അവിടെ നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ സാഹോദര്യത്തെക്കുറിച്ചാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഒരേപോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവുകയും അതുപോലെ ജീവിക്കുകയും ചെയ്താൽ മാത്രം, അല്ലാതെ ഒരിടത്തെ ഒന്ന് വെല്ലുവിളിച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു സാഹോദര്യം നഷ്ടപ്പെടുകയേ ചെയ്യത്തുള്ളൂ. ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മളിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ നമുക്ക് അതുപോലെ തന്നെ ഇവിടെയും തുല്യതയാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ആളുകൾക്ക് ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് മനുഷ്യരാകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. തീർച്ചയായിട്ടും മനുഷ്യരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ നമ്മളൊരു വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് സായിപ്പിൻ്റെ കളറില്ലാത്തതുകൊണ്ടാണ് അവരെന്നോട് ഈ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അവർക്ക് നേരെ ചെല്ലുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതെല്ലാം ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വളരെ വിയോജിപ്പാണ് ഉള്ളത്. ഇവിടെയും നമ്മൾ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ നമ്മളിവിടെ ഉള്ളവരും നമ്മളും എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു യുദ്ധം നടക്കാത്ത ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്ന് നീയൊക്കെ ആരാടാ പോടാ പുല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉടലെടുക്കുന്നത് വിദ്വേഷം മാത്രമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തോട് മാത്രമേ ഈ ഒരു തികഞ്ഞ കലാകാരൻ്റെ സൃഷ്ടികളോട് എനിക്ക് എതിർപ്പുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മൗന ലോവേ എന്നുള്ള സംഗീതമൊക്കെ വളരെ അട്രാക്റ്റീവാണ്.